കോഴിക്കൂട് ആണ് മൊത്തം ഔട്ടർ സെക്ഷനെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ യാദൃശ്ചികമായിട്ട് നമ്മുടെ കൊടിച്ചി പട്ടികളുടെ ഒരു സേവനമാണ് നമുക്കിവിടെ കാണാം. ഇവിടെ കൊടിച്ചി പട്ടികൾ എങ്ങനെ ഇതിൻ്റെ അകത്ത് ഇടിച്ച് കയറി ഇതുവഴി കയറി അവിടെ ഒരു ഡോറുണ്ട്, ആ ഡോർ വഴി തുറന്നു കിടക്കുമായിരുന്നു. ആ ഡോർ തുറന്നു കിടക്കുന്നതുകൊണ്ട് അതുവഴി കയറി ഇതിങ്ങനെ തുറന്നു കിടക്കുന്നത് കൊണ്ട് ഇപ്പം ഞാനിപ്പോൾ രാവിലെ വന്ന് അടച്ചതാണ്. പെട്ടെന്ന് ഇതുവഴി തുറന്നു കയറി ഇതുവഴി കയറി ആ ഒരു നെറ്റ് ഒബ്സ്ട്രക്ഷൻ, കാരണം ഇവിടെയെല്ലാം ഫെൻസിങ് ഉണ്ട്, പട്ടിക്ക് കയറാൻ പറ്റത്തില്ല. അതുവഴി ഇടിച്ച് തള്ളിക്കയറി അകത്തോട്ട് കയറുകയാണ് ചെയ്തത്. കോഴിക്കോട് വഴി കയറാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ കൽക്കത്തിൻ്റെ ഒരു ഡോറുണ്ട് ഇവിടെ. ഈ ഡോറ് ഞാൻ തുറന്നിട്ടിരിക്കുകയായിരുന്നു പാവം. പക്ഷേ ഈ കൽക്കത്തിന് മേളിലൊരു കൽക്കമുണ്ട്, അതിന് രക്ഷപ്പെട്ടു. പക്ഷേ ഇടക്കോഴി നല്ല രീതിയിൽ അതിനെ അടുത്തൊരു ചത്തിട്ടില്ല, ജീവനുണ്ട്. അതിന് മരുന്നെല്ലാം കൊടുത്തിട്ട് ഇപ്പിക്കണം ആലോചിക്കുന്നു. ഓക്കെ, കോഴിക്കോട്ടിലേക്ക് എങ്ങനെയാണ് കയറിയെന്നുള്ളതാണ് കാണുന്നത്. ഇതിൻ്റെ ഈ കോഴിക്കോട്ടിലേക്ക് കയറുമ്പോൾ ജാലിയൻ വാലാബാഗ് പോലെ എല്ലാ കോഴികളെയും കൊന്ന് തട്ടി കടിച്ച് ഇട്ടിരിക്കുകയാണ്. അതിന് ആർത്തി പിടിച്ച എല്ലാ കോഴികളെയും പിടിച്ച് ആർത്തി കൊന്നാണ്. പക്ഷേ ഈ കോഴികൾ കയറാനുള്ള ഒരു വേ എന്ന് പറഞ്ഞാൽ ഈ വഴിയായിരുന്നു. ഈ ഒരു വാതിൽ നമുക്ക് അടച്ചിടാൻ പറ്റുമായിരുന്നു, പക്ഷേ അടച്ചിട്ടില്ല. കാരണം ഇങ്ങനൊരു ഡിസ്റ്റർബൻസ് കയറുമെന്ന് നമ്മൾ ചിന്തിച്ചില്ല. ഈ കോഴികളെല്ലാം ഫ്രീഡമായിട്ട് നമ്മൾ വിട്ടിരിക്കുകയാണ്, മുട്ടയൊക്കെ ഇടുന്നത്. ഇതുവഴിയാണ് അത് കയറിയത്. അപ്പോൾ ഇന്ന് ഇപ്പം ഇതുവഴി കയറി പിന്നെ ഇതിൻ്റെ അകത്തോട്ട് കയറി ഈ കോഴികളെല്ലാം അത് പിടിച്ചു. ഇവിടെ എല്ലാം കോഴികൾ ചത്തു കിടക്കുവാണ്. നമുക്ക് നിങ്ങളെല്ലാം പേടിച്ചിരിക്കുകയാണ്. മാക്സിമം നല്ല രീതിയിൽ അറ്റാക്കണം. പിടിച്ച് ഇവിടെ എൻ്റെ അടുത്ത് ഫാൻസി കോഴിയുണ്ട്. പക്ഷേ ഫാൻസി കോഴി ഇവിടെ കൂട്ടിലാണ് ഇട്ടിരുന്നതുകൊണ്ട് അത് രക്ഷപ്പെട്ടു. ഇവിടെ ഒരു താറാവ്, അതിനെ കൊന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു കോഴി, അതിൻ്റെ അകത്ത് ഒരു താറാവിനെ കൊന്നു. പിന്നെ അവിടെ കോഴി, മൊത്തം കോഴിയുടെ ഒരു ജാലിയൻ വാലാബാഗ് പോലെ ഉള്ള ഒരു അവസ്ഥ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ ഖേദം തന്നെ എന്ന് പറയാം. കാരണം നമ്മൾ ഇത് അടിപ്പെട്ട് നിൽക്കുവാണ്, താറാവ് അത് ഇറങ്ങി നിൽക്കുവാണ്. ബാക്കി ആക്സിഡൻ്റ് ആയിട്ടുള്ള ബാക്കി കോഴികളെല്ലാം അത് മാക്സിമം ഒന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് ഇച്ചിരി അടിപ്പെട്ടൊക്കെ ഉണ്ട്. കോഴികളെല്ലാം പേടിച്ച് ആ മൂലയ്ക്ക് പോയി നിൽക്കുവാണ്. പിന്നെ അതിൻ്റെ അകത്ത് 1 2 ഒരു താറാവ് 3 4 5 6 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 6 കോഴി. ഇവിടെ 7ാമത്തത് ഇവിടെ കിടക്കുന്നു. 8 9 10 11 12 ഏകദേശം 12 കോഴി. ആൾറെഡി ഇതുപോലെ ഒരു കൽക്കം ഉണ്ടായിരുന്നു. അതിനെ ഇതിനു മുമ്പേ അവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചിന്തിച്ചില്ല, അതിന് പനി വീഴുന്ന ചത്തുവെന്ന് വിചാരിച്ചു. പക്ഷേ നല്ല കടിയും അതിന് ഏറ്റിട്ടുണ്ട്. അതിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ ഭാഗമായിട്ട് അത് ചത്തുപോയായിരുന്നു. പക്ഷേ ഈ ഒരു പട്ടിയുടെ ശല്യം, പട്ടിയില്ലാതെ കയറുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാരണം ഇത് ഒരു ഔട്ടർ ഏരിയ മൊത്തം ബന്തോബസ്താണ്. ഈ ബന്തോബസ്താണെങ്കിൽ പോലും നമ്മൾ ഈ ഇതുവഴി ഒരു പട്ടി കയറാനുള്ള ചാൻസസ് ഉണ്ടോ ചിന്തിച്ചില്ല. എന്നാലും ഇത് വളരെ വലിയൊരു ദുഃഖകരമായൊരു വാർത്ത തന്നെയാണ് നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പട്ടിയുടെ ഒരു അറ്റാക്ക്, പട്ടിയുടെ നിയന്ത്രണം വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.